ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്രത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാട്, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി.കെ. വിജയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനം ഒരു മികച്ച അനുഭവമായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ദൂരദർശൻ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. Initially, there was inclement weather. The chopper could not land, but it was His grace, His call, His message that it had to happen today. Had a very meditation kind of a situation. What a feeling for the nation. Bharat, the world's oldest civilization. Such places are always inspirational. They are motivational. They remind us that in the entire world, our civilizational heritage is unrivaled. No country comes close to us. And these institutions tell us that Indian civilization has always stood for inclusivity. There is no scope for divisiveness. These are places that indicate. ഉപരാഷ്ട്രപതിയെ സ്വീകരിക്കാനായതിൽ ദേവസ്വത്തിന് അതിയായ സന്തോഷമുണ്ടെന്ന് ചെയർമാൻ വി.കെ. വിജയൻ പറഞ്ഞു. ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ടാണ് നമ്മുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇവിടെ ഇന്ന് സന്ദർശനത്തിന് എത്തിയത്. രാവിലെ 9 മണിക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ സന്ദർശനം പ്രതികൂലമായ കാലാവസ്ഥ കാരണം നീട്ടിവെക്കേണ്ടി വന്നു. ഒരുപക്ഷേ ഞങ്ങൾക്ക് തോന്നിയത് അത് ഇന്ന് നടക്കുമോ എന്നൊരു സംശയവും കൂടി ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് എറണാകുളത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഗുരുവായൂരപ്പനെ തൊഴുതിട്ടേ പോകുന്നുള്ളൂ എന്ന്. ഒരുപക്ഷെ ഗുരുവായൂരപ്പൻ്റെ തന്നെ ഒരു നിയോഗമായിരിക്കാം അദ്ദേഹത്തെ വീണ്ടും ഇവിടെ 12:45 അദ്ദേഹം തിരിച്ചിവിടെ വരികയും വളരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് ദർശനം ഒരുക്കി കൊടുക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യവും ഉണ്ട് ഗുരുവായൂർ ദേവസ്വത്തിന്. ഇതുപോലെ